2026 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. കോൺഗ്രസ് സീറ്റിന് വേണ്ടി പ്രശ്നം ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, മറുവശത്ത് CPM ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. അപ്പം ഇതെല്ലാം നടക്കുന്ന അതേ സെയിം സമയത്ത് തന്നെ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പം സിദ്ദീഖ് അതുമായി ബന്ധപ്പെട്ട് ഇതിൽ നടന്ന ഊരാളികളുടെ പിന്നിലുള്ള കളികളും ഇതിൽ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം പാടെ നടക്കുമ്പോൾ മറ്റൊരു പ്രശ്നം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സാധനത്തെ കാണുന്നത്? വയനാട് നടക്കുന്നത് ഇപ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാലും ഇനി UDF അധികാരം കൊടുക്കുമ്പോൾ UDFിൽ വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ വോട്ട് കുത്തുമ്പോൾ അവരുടെ ഒരു വിശ്വാസമുണ്ട്. അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ 10 വർഷം അനുഭവിച്ചതിനൊക്കെ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചവർക്കൊക്കെയുള്ള മറുപടി കിട്ടും. അതാണ് നോക്കിയിരിക്കുന്നത് ജനങ്ങൾ. അല്ലാണ്ട് മുഖ്യമന്ത്രി ആരാകും അല്ലെങ്കിൽ ഇവരുടെ സീറ്റ് വിഭജനം എന്താകും ഇതൊന്നും അല്ല ജനങ്ങൾക്ക് അറിയേണ്ടത്. അവരുടെ ആക്ഷൻ കാണാനാണ് ശരിക്കും ജനങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ആ ആക്ഷൻ്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം സിദ്ദീഖിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തെ കച്ചവടമാക്കിയവരെല്ലാം അതിലൊരു കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് അവരെയൊക്കെ ജയിലിൽ അടക്കുന്നത് വരേക്കും ഞാൻ പൊരുതും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വയനാട് ടൗൺഷിപ്പ് വയനാടിൻ്റെ മുണ്ടക്കൈ ആ ഒരു ടൗൺഷിപ്പ് വന്നിരിക്കുന്ന സ്ഥലം ഉൾപ്പെട്ട മണ്ഡലത്തിൽ, അതായത് കൽപ്പറ്റയിൽ ജയിച്ച ആളാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയേ കാണാം, കഴിഞ്ഞ ആ ടൗൺഷിപ്പിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തെ കൂകി വിളിച്ച സംഭവം. ശരിക്കും സിദ്ദീഖ് അവിടുത്തെ ആ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ജനങ്ങളോട് എത്ര അടുത്ത് നിന്ന ആളാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. പക്ഷേ അതിനിടയിൽ നിന്നും കൂകി വിളിച്ചവർ കൃത്യമായിട്ടും പ്ലാൻഡായിട്ട് ആരുടെയോ അച്ചാരം വാങ്ങി തന്നെ കൂവിയവരാണ്. അതിനോട് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നവർ തുറന്ന പറച്ചിൽ നടത്തിയതാണ്. ആ കൂകി വിളിച്ച സ്ഥലത്ത് തന്നെ ഇത്രയേറെ ശരിക്കും സിദ്ദീഖിനെതിരായിട്ട് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അത് നടത്തിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് പൊക്കിക്കൊണ്ട് വന്ന് സിദ്ദീഖിനെതിരെ ഭയങ്കര വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഈ ഒരു ഇലക്ഷന് സിദ്ദീഖിനെ താറടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത്രയും കള്ളപ്രചരണങ്ങളൊന്നും വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് മൃഗീയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇപ്രാവശ്യം സിദ്ദീഖിൻ്റെ വിജയം വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 2021 മത്സരിക്കുമ്പോൾ 5000 സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം കിട്ടിയ ഒരാൾക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് 45,000 വോട്ടുകൾക്ക് മുകളിലാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് തന്നെ സിദ്ദീഖിന്. അപ്പം അത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി ഇത്രയും താറടിക്കാൻ ശ്രമിച്ചിട്ടും സിദ്ദീഖിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരു കാലഘട്ടം ഇതാണ്. ശരിക്കും CPM ഒരുപാട് ആരോപണങ്ങൾ സിദ്ദീഖിൻ്റെ മേൽ കൊണ്ട് ചാർത്തി വെച്ച് കൊടുത്തു. അദ്ദേഹത്തെ പരസ്യമായിട്ട് കൂകി വിളിച്ചു. അങ്ങനെ ഒരുപാട് താറടിക്കാൻ ശ്രമിച്ചിട്ടും ഒരുപാട് ആരോപണങ്ങൾ അയാൾക്ക് നേരെ ഉന്നയിച്ചിട്ടും ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണത്. ഒരു ഈ വ്യാജ PR വഴിയോ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങൾ വഴിയോ ഒക്കെ ഒരാളങ്ങോട്ട് താറടിച്ച് കളയാം എന്നുള്ള CPMൻ്റെ ഒരു വലിയ ഗൂഢാലോചന പൊളിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ സാധാരണ അടിത്തട്ടിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം ജനങ്ങൾക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്. അവർ ഈ ഉള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന PR കാര്യങ്ങളും കണ്ടിട്ടല്ല വിലയിരുത്തുന്നത്. സിദ്ദീഖ് അത്രത്തോളം അവരുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി അയാൾ ജയിച്ച് വരാനുള്ളൊരു കാരണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി സീറ്റ് തർക്കങ്ങളും ബാക്കി മന്ത്രി പദവികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഏറ്റവും കൂടുതൽ യോജിക്കും. അദ്ദേഹം പറയുന്നുണ്ട് ടൗൺഷിപ്പിൽ വിദഗ്ധരുടെ, അതായത് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സഹായത്തോട് കൂടിയിട്ട് ഇതിലെന്തെങ്കിലും അട്ടിമറികൾ നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയിട്ട് വയനാട്ടിൽ ഈ ദുരന്തത്തെ കച്ചവടമാക്കിയവരെ ജയിലിൽ അടക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ കൃത്യമായിട്ടും ഇതാരാണ് ഇവിടെ കച്ചവടമാക്കിയത് എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ വരും. അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ തന്നെ വന്നിരിക്കുന്നത് 750 കോടി രൂപ CMDRFൻ്റെ ഫണ്ടായിട്ട് വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വന്നിരിക്കുന്നതിൽ ആകെ വെച്ച് കൊടുത്തിരിക്കുന്നത് 410 വീട്. ഒരു വീടിന് 25 ലക്ഷം രൂപ കണക്കാക്കി കഴിഞ്ഞാൽ 410 വീട് വെക്കാൻ 102 കോടി രൂപ മതിയാവും. ഈ 25 ലക്ഷം അതിന് അവിടുത്തെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ അതിന് വീട് പ്രോപ്പറായിട്ട് സൗകര്യങ്ങളുണ്ടോ? ആകെ 2 മുറിയുള്ളൊരു വീട്, ഫർണിച്ചേഴ്സ് പോലും ആവശ്യത്തിന് അലോ ചെയ്തിട്ടില്ല. ആ 2 മുറിയുള്ളൊരു ചെറിയൊരു വീട് പണിയാൻ, അതും ചോർച്ചയുണ്ടെന്നുൾപ്പെടെയുള്ള വാദങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു, വിവരങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു. അതുപോലൊരു വീട് പണിയാൻ 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. 25 ലക്ഷം തന്നെ വകയിരുത്തിയാലും 102 കോടി ആവുന്നുള്ളൂ. പക്ഷേ ഈ പണി കൊടുത്ത അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് കൊടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 299 കോടിയുടെ കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വലിയൊരു എമൗണ്ട്, അതും ജനങ്ങൾക്ക് അത്രയും ദുരിതം സഹിച്ച അവർക്ക് വേണ്ട
പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും കൊടുക്കാണ്ട് ആ കാശെടുത്ത് കോടികൾ അതിൽ നിന്ന് മുക്കുക എന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഊരാളുങ്കലിന് ഇതിനുള്ള അധികാരം കൊടുത്തത് ആരാണ്? ഊരാളുങ്കൽ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യൻ്റെ ശരിക്കും ഒരു ബിനാമി സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ പോലും കൃത്യമായിട്ട് തെളിവുകൾ കൊണ്ട് നിഷേധിക്കാനായിട്ട് ആർക്കും പറ്റില്ല. അപ്പം അത്രയും സർക്കാരിൻ്റെ ശരിക്കൊരു ബിനാമിയായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്ന ഊരാളുങ്കൽ 299 കോടിയുടെ കോൺട്രാക്റ്റിൽ വെറും 102 കോടി മുടക്കിയിട്ട് 102 കോടി അവരുടെ പറയുന്ന എസ്റ്റിമേറ്റിൻ്റെ കണക്കാണ്. ഈ വീട് കണ്ടിട്ട് അതുമായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിൽ അവർ കുറേ ഗാർഡനിങ് അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പോന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, അപ്പം ഇതേ പ്രശ്നം നേരിടാൻ പോകുന്ന ഒരു പാർട്ടിയായിരിക്കും കോൺഗ്രസും. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ട്, ഫണ്ട് എവിടെ കോൺഗ്രസ് എന്നുള്ളൊരു ചോദ്യം. കാരണം കോൺഗ്രസിലോട്ട് വന്ന ഫണ്ട് ഉണ്ടായിരുന്നു, അത് എത്രയാണ് എക്സാക്ട്ലി വന്നതെന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിലാണ് അക്കൗണ്ടിലൂടെ പോയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അതിന് നേതൃസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പാലക്കാട് ഇഷ്യൂ വന്നതും അത് മാറിയതൊക്കെ. അപ്പോൾ പിന്നീട് അതിന് ശേഷം ഈ ഉത്തരവാദിത്തം ആരോഗ്യം പിന്നീട് യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളല്ലാതെ ഏറ്റെടുത്തത്, അത് കോൺഗ്രസ് ആണ്, KPCCനോട് പോയി ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് സർക്കാരിനെതിരെ ഉണ്ടാകുമ്പോഴും മറുവശത്ത് ഇതേപോലെ ടി സിദ്ദീഖ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അടക്കമുള്ള ആൾക്കാരും ഇതേ ചോദ്യം നേരിടുന്നില്ലേ? പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടി സിദ്ദീഖ് അടക്കമുള്ള കോൺഗ്രസ്സുകാരോട് ഫണ്ട് എവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കാനുള്ള എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് ഈ പറയുന്ന CPMനുള്ളത്? ഈ 10 വർഷക്കാലം അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ ദുരന്തം സംഭവിച്ച ആ ഒരു കാലയളവിൽ 5 വർഷത്തിനുള്ളിൽ ആ സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണോ? CPM ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായിക പറ്റി എൻ്റെ അച്ഛനും അമ്മയെ നോക്കേണ്ടത്. അല്ലാണ്ട് നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു, നീ സഹായിച്ചില്ല, നിന്നോട് വന്നിട്ട് നീ എന്താ എന്നെ സഹായിക്കാത്തതെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ നീ ചെയ്യാമെന്ന് നിൻ്റെ നല്ല മനസ്സുകൊണ്ട് നീ പറയുമ്പോൾ എന്നിട്ട് നീ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് കോൺഗ്രസ് ഇവിടെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആ സമയത്ത് LDF സർക്കാരിൻ്റെ ബാധ്യത അല്ലെങ്കിൽ കടമയാണ് ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്, കോൺഗ്രസിൻ്റെ കടമയല്ല. എന്നിട്ടും കോൺഗ്രസ് ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ വിശ്വസിച്ച് കൊടുത്തവരാണ്, അവർ ചോദ്യം ചെയ്യട്ടെ. പക്ഷേ LDFനെ വിശ്വസിച്ച് നമ്മൾ കൊടുത്തതല്ല, പിടിച്ച് പറിച്ച് വാങ്ങിയവരുമുണ്ട്. വിശ്വസിച്ച് കൊടുത്തവരില്ലെന്ന് പറയുന്നില്ല, കുടുക്ക പൊട്ടിച്ച് മാടിനെ വിറ്റുമൊക്കെ കൊടുത്തവരുണ്ട്. പക്ഷെ അല്ലാണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇത്ര കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചതുണ്ട്. കേന്ദ്രത്തിൻ്റെ ധനസഹായ ഫണ്ടുണ്ട്. അങ്ങനെ അവർ ചെയ്തു കൊടുക്കേണ്ട കടമയാണ്, എവിടെ നിന്നാണെങ്കിലും പിരിച്ചിട്ട് അവർ ചെയ്തു കൊടുക്കേണ്ട സാധനമാണ്, അവരാണ് പുനരധിവസിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ലീഗ് ഒരു വീട് വെച്ച് കൊടുത്തു, ലീഗ് വെച്ച് കൊടുത്ത വീടാണെങ്കിലും ലീഗ് എവിടുന്ന് ക്യാഷ് ഉണ്ടാക്കി അല്ലെങ്കിൽ ലീഗിന് അത് കൊടുക്കേണ്ട കാര്യമില്ല, അത് കൊടുത്തത് അവരുടെ നല്ല മനസ്സ്. ഇപ്പം ലീഗ് വെച്ച് കൊടുത്ത വീടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ, 3 ബെഡ്റൂം ഉണ്ട്, ഫർണിച്ചേഴ്സൊക്കെ അത്രയും ഹൈ ക്വാളിറ്റി ഫർണിച്ചേഴ്സൊക്കെ ഉൾപ്പെടെ അവരിത് വെച്ച് കൊടുത്തു. അവർ പറയുന്ന എസ്റ്റിമേറ്റും ഈ ഒരു തുക തന്നെയാണ്. അപ്പോൾ ഈ ഒരു തുകയ്ക്കുള്ളിൽ 8 സെൻറ്റ് സ്ഥലത്ത് ഇത്രയും നല്ലൊരു വീട് അവർക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തു കൊടുത്തെങ്കിൽ അവരോട് അതിൻ്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കേണ്ട കാര്യം നമുക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ കോൺഗ്രസിനെ വിശ്വസിച്ച് കാശ് കൊടുത്തവർ കണക്ക് ചോദിക്കട്ടെ. അങ്ങനെ കോൺഗ്രസ് തട്ടിപ്പറിച്ച് വാങ്ങിക്കോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ അതിലേക്ക് ഫണ്ട് കൊടുത്തത്. നമുക്ക് ഇതിൽ 2 പാർട്ടികളും, ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും കേരളത്തിൽ അത്രയും സ്ട്രോങ് ബേസുള്ള 2 പാർട്ടികളാണ്. അപ്പം രണ്ടുപേരും ഇപ്പോൾ ഒരു ഭാഗത്ത് ഗവൺമെൻറ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന് അംഗീകാരമുണ്ട്, അവർ ചോദിക്കണത്. സിമിലർലി പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസ് ആ ടൈമിൽ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ അവർക്ക് വന്ന ഫണ്ട് അവർ പുറത്തു വിട്ടിട്ടില്ല, എത്ര വന്നു എന്നുള്ളത് അത് ചോദിക്കാനുള്ള മീൻസ് ആര് ചോദിച്ചാലും അത് അവർ അക്കൗണ്ടബിൾ ആണത്. കാരണം ഈ പറഞ്ഞ പോലെ കേരളത്തിൽ വസിക്കുന്ന ആൾക്കാരുടെ പൈസ തന്നെയാണ് അതിലോട്ടും പോയിട്ടുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് കൊടുത്തോ അല്ലെങ്കിൽ നിർബന്ധിച്ച് വാങ്ങിയോ എന്നുള്ളതല്ല, പൈസ തന്നെയാണ് കൊടുത്തത്, ജനങ്ങൾ തന്നെയാണ്. അവിടെ ആയാലും ഇവിടെ ആയാലും അത് ജനങ്ങൾ തന്നെയാണ്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ ഫണ്ട് പുറത്ത് വിടാൻ പറ്റില്ല, ഫണ്ടിന്റെ അക്കൗണ്ട് കൃത്യമായിട്ട് കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരത് പുറത്ത് വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിത് കാണിക്കാത്തിടത്തോളം കാലം ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോഴും നീ അത് ചെയ്തു, ഞാൻ ചെയ്തത് അതുകൊണ്ട് തെറ്റല്ലാണ്ടാവുന്നില്ല. ഒരാളത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇപ്പുറത്ത് ചെയ്തത്. ഇവിടെ ഇത്രയും പച്ചയായിട്ട് കണക്ക് കിടക്കുകയാണ് ഫവാസ്. 299 കോടിയിൽ 102 പോലും ചെലവാക്കാത്ത ഒരു എസ്റ്റിമേറ്റും കാണിച്ച് ബാക്കി തുക എവിടെയെന്ന് പറയാൻ പറ്റുന്നില്ല. ഈ 299 പറഞ്ഞാലും പിന്നെയും കിടക്കുന്ന 750 കോടിയിലേക്ക് വലിയൊരു തുകയുടെ അന്തരം. ഇതൊക്കെ നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് ഫണ്ട് എവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? രണ്ടിലും അർത്ഥമുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് കേരളത്തിൽ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു സമ്പ്രദായം അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഈ പറഞ്ഞ പോലെ അവർ അക്കൗണ്ടബിൾ ആണ് ഇതിനോട് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു
മീൻസ് ഇത്രയൊക്കെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആ പൊരുത്തക്കേടാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. അതിലെ പൊരുത്തക്കേടുകളുടെ ഉത്തരം തരാനായിട്ട് അവർ പറഞ്ഞിട്ടില്ല ഇപ്പോഴും. അതെ, അവർ ചെയ്തത് മീൻസ് തെറ്റ് തന്നെയാണ്, ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. സിമിലർലി ഇപ്പുറത്തോട്ട് നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അവരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും. അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് തെളിവ് ഉൾപ്പെടെ നമുക്ക് നിരത്തി കാണിക്കാൻ പറ്റണം. അവരുടെ അക്കൗണ്ടിൽ അവർ കാണിച്ചിരിക്കുന്നത് അവർക്ക് എത്ര ഫണ്ട് കിട്ടി, അവരെത്ര മുക്കി എന്നുള്ളത് അക്കൗണ്ട് നിരത്തി അല്ലെങ്കിൽ തെളിവ് നിരത്തി നമുക്ക് കാണിക്കാൻ ഏതെങ്കിലും ഒരു തെളിവ് ഈ ആരോപണം ഉന്നയിക്കുന്നവർ ആരെങ്കിലും ഇതുവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അവർക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, അവരിത് കാണിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട്. ഇപ്പൊ നേരത്തെ പുനർജനിയിൽ സതീശൻ വലിയ തട്ടിപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ചോദ്യങ്ങളും കോലാഹലങ്ങളും ഒക്കെ വന്ന് കേസ് വരെയായി അദ്ദേഹത്തിനെതിരെ. പക്ഷെ ആ കേസിൽ ഒരു കഴമ്പും ഇല്ലാന്ന് കണ്ടെത്തി. കുറച്ച് നാൾ മുന്നെയാണ് അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള വ്യാജ ആരോപണമാണെന്ന് ഈ അന്വേഷണ ഏജൻസികൾ തന്നെയല്ലേ കണ്ടുപിടിച്ചത്. പുനർജനിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ പാർട്ടി ക്ലാസ് കേട്ട് തഴമ്പിച്ചു പോയ സഹകന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയും പുനർജനി തട്ടിപ്പ് നടത്തിയില്ലേന്ന് ചോദിക്കും. ഈ പുനർജനി കാണണമെങ്കിൽ പറവൂരേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കണം. വെറും 3 മാസത്തിനുള്ളിൽ 3 മാസ കാലയളവ് പോലും എടുക്കാണ്ടാണ് ഓരോ മനുഷ്യന്മാർക്കും അവർക്ക് ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള വീടെന്നാണ് അവർ പറയുന്നത്. അങ്ങോട്ട് ചെന്ന് ഈ കേരളം മൊത്തം പ്രളയം നടക്കുമ്പോൾ ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരാണ് ഇത് ശരിയാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് പുനർജനി എന്ന് പറയുന്ന ഒരു ഇതുവഴി VD സതീശൻ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറവൂര് താമസിക്കുന്ന ആൾക്കാർക്ക്, ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് അദ്ദേഹം ഒരു പുനരധിവാസം ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ നേതാവിൻ്റെ കഴിവാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് ഈ പറയുന്ന LDF സർക്കാർ, ഭരിക്കുന്ന നമ്മൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി വെച്ച സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കാര്യം പുനർജനി വഴി അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഈ 3 മാസം പോലും എടുത്തിട്ടില്ല പല വീടുകളും ശരിയാക്കി കൊടുക്കാനായിട്ട്. ഈ ആൾക്കാർക്ക് അവർ തന്നെ പറയുന്ന, അവരോട് ഇറങ്ങിച്ചെന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ആയുസ് മൊത്തം പണിയെടുത്താലും ഇതുപോലൊരു വീട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലൊരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലും കള്ളമാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു കേസും കോലാഹലവും ഒക്കെ ഉണ്ടാക്കിയവരാണ്. ഇപ്പോഴും ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സഹാക്കന്മാർ ചോദിക്കും പുനർജനി തട്ടിപ്പ്, ടൗൺഷിപ്പിൽ ഈ കോൺഗ്രസ് പിരിച്ചത്, ഈ ഫവാസ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇങ്ങനെ തട്ടിപ്പ്, കോൺഗ്രസ് ഫണ്ട് എവിടെ, കോൺഗ്രസ് എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ ഇതേ ചോദ്യം ഇതേ ആർജവത്തോട് കൂടിയിട്ട് ചോദിക്കേണ്ടത് നമ്മൾ ഈ സമയത്ത് ഇതിനൊക്കെ അധികാരപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അവർ ചെയ്തു തരേണ്ട കാര്യമാണല്ലോ. അവർക്ക് ബാക്കി എല്ലാ കണക്കുകളും ഉൾപ്പെടെ ചുമ്മാ ഇങ്ങനെ പറയും 750 കോടി കിട്ടി, അതിൽ 102 കോടിക്ക് ഒരാളെങ്കിലും ഇത് ചെയ്തു, 299 കോടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, കണക്ക് അവർ പറയുന്നുണ്ട്. പക്ഷേ കണക്കുകൾ തമ്മിൽ എവിടെയെങ്കിലും ഒരു പൊരുത്തം തോന്നുന്നുണ്ടോ? അപ്പം ആ സമയത്താണ് കണക്ക് തരുന്നില്ല അല്ലെങ്കിൽ കണക്ക് കൃത്യമായിട്ട് പുറത്ത് വിട്ടില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ നെഞ്ചത്ത് കുതിര കയറാൻ നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് കണക്ക് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് തെളിവുകൾ കൂടി, ആധികാരികമായിട്ടുള്ള ഡേറ്റാസ് കൂടി എടുത്തിട്ട് നമുക്ക് തർക്കിക്കാം. പക്ഷെ അതുവരെയൊക്കെ അവരുടെ ഇടയിൽ അവരത് പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു, അവർക്ക് കൃത്യമായിട്ട് അക്കൗണ്ട്സ് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം അവരെന്തായാലും അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവർ പുറത്ത് വിടുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം. പക്ഷെ പുറത്ത് കണക്ക് വിട്ടതിൽ ഇത്രയും വലിയ പൊരുത്തക്കേട് വന്നിട്ടും അതൊന്ന് വിശദീകരിച്ച് പറയാൻ പറ്റാത്തവർ പോയിട്ട് ഈ പെരുമന്തം പോയിട്ട് ഉണ്ണിമന്തനെ കുറ്റം പറയുന്ന പോലെ ഇത് തോന്നുന്നുള്ളൂ. ഉണ്ണിമന്തം ഉണ്ട് അപ്പുറത്ത് എന്നുള്ളത്, ഉണ്ണിമന്തം ഉണ്ടായിരിക്കാം, അത് കണക്കുകൾ പുറത്ത് വന്നാൽ മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഉണ്ണിമന്തനെ പോയിട്ട് കുറ്റം പറയുമ്പോൾ ഈ പെരുമന്തൻ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോണതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നണം. ഇനിയിപ്പോൾ കണക്ക് വന്നാലും ഭരിക്കുന്നത് അതേ പാർട്ടിയാണ്. അപ്പോൾ തോന്നുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേട് വന്നാൽ ഇവരെന്നെ കോംപ്രമൈസ് ശരിയാക്കാൻ ചാൻസ് ഇല്ല? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ്, ഐഡിയോളജി ഭരിക്കുന്ന അവരുടെ സെയിം പാർട്ടിയാണ് ഇപ്പുറത്ത് വരാൻ പോകുന്നത്. മീൻസ് കോൺഗ്രസുകാരുടെ പാർട്ടിയാണ് വരാൻ പോകുന്നത്. ആര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഐഡിയോളജി, അവരുടെ കോൺസെപ്റ്റ് വെച്ചിങ്ങാണ്ട് മുമ്പോട്ട് പോകുന്ന, അവരുടെ പെർസ്പെക്റ്റീവ് വെച്ച്, അവരുടെ വ്യൂ പോയിന്റ് വെച്ചിരുന്ന ഒരു പാർട്ടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതിലെന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടായാൽ തന്നെ അത് ഇത് വെച്ച് കോംപ്രമൈസ് ചെയ്യാൻ ചാൻസ്. ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രശാന്ത് IAS പറഞ്ഞതുപോലെ ഈ ക്ലിഫ് ഹൗസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്രട്ടറിയേറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഫയൽ സംവിധാനം വഴി അപ് ടു ഡേറ്റ് ആക്കേണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസ് ഇത്രയും നാളെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കണക്കുകളെക്കാളും ഇനി അവർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സർക്കാർ കൃത്യമായിട്ടും രേഖപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ പിണറായി സർക്കാർ ഭരിച്ച കാലത്തെ പോലെ ഇടിവെട്ടും മിന്നലും വന്ന് ഷോർട്ട് സർക്യൂട്ടും വന്ന് മൊത്തം കത്തിപ്പോയില്ലെങ്കിൽ എല്ലാ കണക്കുകളും അവിടെ തന്നെ ഉണ്ടാവണം. ഈ കത്തിപ്പോയാൽ പോലും മറ്റേയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണത്. ഓരോന്നും അടയാളപ്പെടുത്തിയതൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ട് കഴിയുന്ന വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നിട്ട് പോലും ഫയലുകൾ പോയത് 9ഓളം ഫയലുകൾ കത്തിപ്പോയി, മേജർ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തായാലും ഈ കോൺഗ്രസിൻ്റെ കാലത്ത് വന്നില്ലെങ്കിൽ ഇവർ ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അപ് ടു ഡേറ്റ് ആയിരിക്കും. അങ്ങനെ ആയില്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം, ഈ ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത 10 വർഷങ്ങൾ അനുഭവിച്ച് വന്നാൽ നമുക്ക് കുറച്ചും കൂടി ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ബാക്കി ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നൊരു വർഷം ആകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഇവരെ നമ്മൾ ജയിപ്പിച്ച് വിടുന്നത്.
എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ഉള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റും. അതിന് മുന്നേ ഉള്ള ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വെച്ചാൽ സർക്കാർ ചെയ്യേണ്ട അധികാരം അല്ലെങ്കിൽ അവരുടെ കടമ ചെയ്യാത്തതിനെ ചോദ്യം ചെയ്യാണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷം ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യത്തിൽ പ്രതിപക്ഷത്തെ വിശ്വസിച്ച് ആ പാർട്ടിയെ വിശ്വസിച്ച് കാശ് കൊടുത്തവർ ചോദിക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആ കൂട്ടത്തിൽ അഖിൽമാരാർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീഗ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട് അവർ. പിന്നെ ഈ തറക്കല്ലിട്ടതും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബാക്കി വിഷയങ്ങൾ അവരിപ്പോൾ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ചോദ്യം ചെയ്യാം. നമ്മളെപ്പോഴും നിൽക്കുന്നത്, മീഡിയാസ് നിൽക്കുന്നത് സർക്കാരിനെതിരെ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ ഭരിക്കുന്ന ആരായാലും അവർക്കെതിരെയുള്ള കാര്യങ്ങൾ, അഴിമതികളിൽ ചോദ്യം ചെയ്യാനുള്ള വേർഷൻ തന്നെയാണ് മീഡിയാസ് നോക്കുന്നത്. അപ്പം അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ഭാഗം നമുക്ക് നോക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചെയ്തവരുടെ ഇത്രയും വലിയൊരു കണക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കോൺഗ്രസിൻ്റെ ഫണ്ട് എവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നതിനോട് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ.